Hello friends, welcome to my YouTube channel Haru and Tanu. വളരെ ഹെൽത്തി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു റാഗി ഹൽവയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് കണ്ടു നോക്കാം. റാഗി ഹൽവ തയ്യാറാക്കാനായിട്ട് 1 കപ്പ് അഥവാ 150 ഗ്രാം റാഗി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കാം. ഈ 1 കപ്പ് റാഗി നമുക്ക് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. 3 മണിക്കൂറിന് ശേഷം റാഗി നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഒരു മിക്സിയിലിട്ട് ഇത് നന്നായിട്ട് അരച്ച് നമുക്ക് റാഗിയുടെ പാല് എടുക്കാം. റാഗിയുടെ തൊണ്ടൊക്കെ മാറ്റാനായിട്ട് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് റാഗിയുടെ പാല് മാത്രം എടുക്കാം. 2 കപ്പ് റാഗി പാലാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതായത് 150 ഗ്രാം റാഗി 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് അതിൻ്റെ പാല് എടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന റാഗിയുടെ തൊണ്ട് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് കളഞ്ഞേക്കാം. 2 കപ്പ് റാഗി പാല് നമുക്ക് അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉരുളിയാണ് യൂസ് ചെയ്യുന്നത്. റാഗിയുടെ തൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട് ഒരിക്കൽ കൂടെ ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഹൽവയ്ക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് വേണ്ടത്. അങ്ങനെ കിട്ടാനായിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ആദ്യം അരിച്ച അരിപ്പയിലൂടെ കിട്ടാത്ത കുറച്ചുകൂടി തൊണ്ട് ഈ ഒരു അരിപ്പയിലൂടെ അരിക്കുമ്പോൾ എനിക്ക് കിട്ടും. അതും കൂടി നമുക്ക് അരിച്ചു മാറ്റാം. അങ്ങനെ റാഗിയുടെ പാല് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതേ കപ്പിൽ 2 കപ്പ് തേങ്ങാപ്പാലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തേങ്ങയുടെ പകുതിയിൽ നിന്ന് എടുക്കുന്ന തേങ്ങാപ്പാലാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലും ഇതേപോലെ തന്നെ അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് നമുക്ക് ചേർക്കാം. അടുത്തതായിട്ട് 350 ഗ്രാം ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. അതുകൂടി അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. മൈക്രോവേവിലാണ് ഞാനിവിടെ ശർക്കര അലിയിപ്പിച്ചെടുക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചും അലിയിപ്പിച്ചെടുക്കാവുന്നതാണ്. ശർക്കരയിൽ മണ്ണോ തരികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനായിട്ട് ഇതുപോലെ അരിച്ചെടുക്കുമ്പോൾ സാധിക്കും. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഈ കൂട്ട് ഒന്ന് ചൂടായി കിട്ടുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കണം. റാഗി ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് കുറുകി കിട്ടും. അടി പിടിക്കാതിരിക്കാനായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. 2 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. റാഗി കുറുകി വരുന്തോറും ഇതിൻ്റെ കളർ കുറേശ്ശെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിയിൽ പെട്ടെന്ന് തന്നെ പിടിക്കും. റാഗി ഇവിടെ കുറുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. റാഗിയിൽ ധാരാളമായിട്ട് കാൽസ്യവും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ്. റാഗി കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ റാഗി ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. റാഗി ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ കൈ എടുക്കാതെ ഇളക്കുന്നത് കൊണ്ട് ഒട്ടും തന്നെ അടി പിടിച്ചിട്ടില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നെയ്യ് കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ ഹൽവയുടെ കളർ കണ്ടോ, നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ കളറൊന്നും ചേർത്തിട്ടില്ല. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിവിടെ ചേർത്തേക്കുന്നത്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി നോക്കൂ. ഇതുപോലെ ഇരിക്കണം നമ്മുടെ റാഗി ഹൽവയുടെ കറക്റ്റ് ആയിട്ടുള്ള പാകം. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 6 ഏലക്കായ കുറച്ച് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഏലക്ക മാത്രം നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ല ഫൈൻ പൊടിയായിട്ട് കിട്ടുകയില്ല. അതിനായിട്ടാണ് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് പൊടിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റാഗി ഹൽവ ഇവിടെ റെഡിയാണ്.
ഇനി നമുക്ക് നെയ്യ് പുരട്ടിയ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് നമ്മുടെ ഹൽവയുടെ ഈ ഒരു കൂട്ട് ചൂടോടുകൂടി തന്നെ മാറ്റാം. ഏത് പാത്രത്തിലാണോ നമ്മുടെ ഹൽവ നമുക്ക് ഷേപ്പ് ചെയ്ത് കിട്ടേണ്ടത് ആ ഒരു പാത്രത്തിൽ നമുക്ക് ഒഴിച്ചു വയ്ക്കാവുന്നതാണ്. ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതുപോലെ ഒഴിച്ചു വയ്ക്കാം. നന്നായിട്ട് ഒന്ന് ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിന് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 മണിക്കൂറിന് ശേഷമാണ് ഹൽവ മുറിച്ചെടുക്കാനായിട്ട് പോകുന്നത്. കണ്ടോ, നല്ല കറക്റ്റായിട്ടുള്ള നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിന് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒരു കത്തി ഉപയോഗിച്ച് നമുക്കിതുപോലെ മുറിച്ചെടുക്കാം. ഞാനിവിടെ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റെക്റ്റാങ്കിൾ ആയിട്ടോ അഥവാ നമുക്ക് വേണമെങ്കിൽ വെഡ്ജസ് ആയിട്ടോ ഒക്കെ മുറിച്ചെടുക്കാവുന്നതാണ്. ഏത് ഷേപ്പ് വേണം അതനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ഹൽവ ഇവിടെ റെഡിയാണ്. ശർക്കര ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ റാഗി ഹൽവ തയ്യാറാക്കിയേക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.